നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, എ ചാർജ് ക്യാപിറ്റൽ Q ഈസ് ടു ബി ഡിവൈഡഡ് ഇൻ ടു such parts so that force between them when placed at some separation is maximum. Find their values. ഓക്കെ, അപ്പോൾ അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാപിറ്റൽ Q ചാർജ്, ഇതിനെ നിങ്ങൾക്ക് ചാർജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രത്യേക സെപ്പറേഷനിൽ വെക്കണം. എങ്ങനെ ഡിവൈഡ് ചെയ്താലാണ് ഈ ചാർജുകൾ തമ്മിൽ ഫോഴ്സ് മാക്സിമം ആവുക എന്ന ചോദ്യം. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ലോജിക് ആയത്, ഇതിപ്പോൾ ഒരു 10 കുളമ്പ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും. 10 കുളമ്പ് ചാർജ്, ഇതിനെ നിങ്ങൾ ഈ ചാർജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സപ്പോസ് മാത്തമാറ്റിക്കലി പ്രൂഫ് നമുക്ക് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒരു ലോജിക്ക് പറയുകയാണ്. 10 കുളമ്പ് ചാർജ് ഉണ്ട്, ഇതിനെ നിങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാർജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഞാൻ സ്മോൾ Q എന്ന് എടുത്തു, ഒരു പാർട്ട് സ്മോൾ Q. അപ്പോൾ മറ്റേ പാർട്ട് എത്ര ഉണ്ടാവും? ഒന്ന് സ്മോൾ Q ആണെങ്കിൽ മറ്റേത് ക്യാപിറ്റൽ Q അല്ലേ ടോട്ടൽ. ക്യാപിറ്റൽ Q അതിൻ്റെ ഒരു ഭാഗമാണ് സ്മോൾ Q. അപ്പോൾ ബാക്കി ക്യാപിറ്റൽ Q മൈനസ് സ്മോൾ Q ഉണ്ടാവും. ക്യാപിറ്റൽ Qൻ്റെ ഒരു ഭാഗം സ്മോൾ Q, അതിൻ്റെ ബാക്കി ഭാഗം ക്യാപിറ്റൽ Q മൈനസ് സ്മോൾ Q ഉണ്ടാവും. എന്നിട്ട് കെപ്റ്റ് അറ്റ് സർട്ടൈൻ സെപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു. ഇത് 10 കുളമ്പാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യല്ലേ. അപ്പോൾ ഇതൊരു 1 കുളമ്പ് വിചാരിക്കും. അപ്പോൾ ഇത് 1 കുളമ്പാണെങ്കിൽ ഇത് 9 കുളമ്പ്, കാരണം ടോട്ടൽ 10 കുളമ്പാണല്ലോ. അപ്പോൾ ഇത് 2 കുളമ്പാണെങ്കിലോ ഇത് 8 കുളമ്പ് ആ രൂപത്തിൽ. ഇത് 3 കുളമ്പാണെങ്കിൽ ഇത് 7 കുളമ്പ്. ഇത് 4 കുളമ്പാണെങ്കിൽ ഇത് 6 കുളമ്പ്. ഇത് 5 കുളമ്പാണെങ്കിൽ ഇതും 5 കുളമ്പ്. രണ്ടും ആഡ് ചെയ്താൽ 10 ആണ്. ഓക്കെ, ഇതിൽ എങ്ങനെ ഡിവൈഡ്, ഇനി അടുത്ത വേണമെങ്കിൽ എടുക്കാം. ഇത് 6ഉം അത് 4ഉം. ആ 4 6 എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ തന്നെ. ഓക്കെ, ഇതിലെങ്ങനെ ഡിവൈഡ് ചെയ്താലാണ് ഇവർ തമ്മിൽ ഫോഴ്സ് മാക്സിമം ആവുക എന്ന ചോദ്യം. ഫോഴ്സ് മാക്സിമം ആണ് ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോഴ്സ് ഈ 2 ചാർജ് ഇപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. 1 കുളമ്പായിട്ടും 9 കുളമ്പായിട്ടും ഡിവൈഡ് ചെയ്തു. ടോട്ടൽ 10 ആണ്. അപ്പോൾ 1 കുളമ്പ് 9 കുളമ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഫോഴ്സ് എത്രയാണ്? 1/4πε0. അല്ല ഞാൻ ചെയ്യുന്നില്ല. 1/4πε0 Q1 Q2 എന്ന് പറയുമ്പോൾ ഇത് 1ഉം ഇത് 9ഉം ആണ്. അപ്പോൾ 1 × 9/r². Q1 Q2/r². അടുത്ത കേസിൽ ഈ ഫോഴ്സ്, ഈ കേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കേസിൽ ഒന്ന് 2 കുളമ്പും ഒന്ന് 8 കുളമ്പോ. 2 കുളമ്പ് 8 കുളമ്പ് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്. 2 കുളമ്പ് 8 കുളമ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എത്ര വരും? 1/4πε0 Q1 Q2 എന്ന് പറയുമ്പോൾ 2 × 8/r². അടുത്ത കേസിൽ ഫോഴ്സ് എങ്ങനെ വരും? അടുത്ത കേസിൽ ഒന്ന് 3ഉം ഒന്ന് 7ഉം ആണ്. 3ഉം 7ഉം ആണ്. അപ്പോൾ 1/4πε0 എല്ലാത്തിലും വരുന്നല്ലേ, അത് ഞാൻ എഴുതുന്നില്ല. Q1 Q2 എന്ന് പറയുമ്പം ഒന്ന് 3ഉം ഒന്ന് 7ഉം. 3 × 7/r². അടുത്ത കേസിൽ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് 4ഉം ഒന്ന് 6ഉം ആണ്. 4ഉം 6ഉം ആണ്. അപ്പോൾ 1/4πε0 4 × 6 Q1 Q2 4 × 6/r². അടുത്ത കേസിൽ ഫോഴ്സ് എങ്ങനെ വരും? 1/4πε0 5 × 5 5ഉം 5ഉം ആണ്. 5 × 5/r² വരും അല്ലേ. അപ്പോൾ ഈ r² ഒക്കെ എല്ലാ ഇക്വേഷനിലുള്ളല്ലേ. അപ്പോൾ ഇവിടെ 1 × 9 9, ഇവിടെ 2 × 8 16, ഇവിടെ 16, ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ 16 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 21 വരും. 21 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 24 ആയി. 4 × 6 24 ആയി. ഇവിടെ 5 × 5 25 ആയി. അപ്പോൾ 25 വരുന്ന ഇവിടെ 25, ഇവിടെ 24 21. അപ്പോൾ ഇതല്ലേ 5 × 5 25 അല്ലേ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ കേസിലാണ് ഫോഴ്സ് മാക്സിമം. ലാസ്റ്റ് കേസിൽ എന്ന് വെച്ചാൽ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 10 കുളമ്പ് ഉണ്ടെങ്കിൽ അതിനെ 5 കുളമ്പ് എന്ന് വെച്ചാൽ ഇതിനെ നേരെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യണം. 5 കുളമ്പ് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് എന്താവുക? മാക്സിമം ആവുക. എന്നാൽ ഇത് ക്യാപിറ്റൽ Q ആണെങ്കിൽ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഈക്വലായിട്ട് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ Q ആണെങ്കിൽ ഇത് ക്യാപിറ്റൽ Q/2, അതിനെ നേരെ പകുതിയായിട്ട് ഡിവൈഡ് 5
ആ കേസിലാണ് ഫോഴ്സ് മാക്സിമം ആകുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ക്യൂ ആണെങ്കിൽ ക്യാപിറ്റൽ ക്യൂ ബൈ 2 ക്യാപിറ്റൽ ക്യൂ ബൈ 2 അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചാലാണ് ഒരു പർട്ടിക്കുലർ സെപ്പറേഷനിൽ വെച്ചാലാണ് ഇവർ തമ്മിലുള്ള ഫോഴ്സ് മാക്സിമം ആവുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാല്യൂസ് വെച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ക്യൂ ബൈ 2 ക്യാപിറ്റൽ ക്യൂ ബൈ 2 അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കേസിലാണ് അവർ തമ്മിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചാലാണ് ഇവർ തമ്മിൽ ഫോഴ്സ് എന്താവുക, മാക്സിമം ആവുക എന്ന് കണ്ടു. അപ്പോൾ ഇതിനെ മാത്തമാറ്റിക്കൽ പ്രൂഫ് നമ്മളെങ്ങനെ കൊടുക്കും? അപ്പോൾ ഒരു ചാർജ് ഇതിനെ ഡിവൈഡ് ചെയ്യല്ലേ, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതിലുള്ള രണ്ട് ചാർജാണ്, ഒന്ന് സ്മോൾ ക്യൂ, ഒന്ന് ക്യാപിറ്റൽ ക്യൂ മൈനസ് സ്മോൾ ക്യൂ. ഇത് ക്യാപിറ്റൽ ക്യൂന് സ്മോൾ ക്യൂ, അതിൻ്റെ അകത്ത് ഒരു ഭാഗം സ്മോൾ ക്യൂ, ബാക്കിയുള്ള ഭാഗമാണ് ഇത്. അപ്പോൾ ഇവർ തമ്മിൽ ഫോഴ്സ് ഇൻഡിക്കേഷൻ, ബാക്കി വാല്യൂസ് എല്ലാം ഒഴിവാക്കും, ഈ വാല്യൂസൊക്കെ ഒഴിവാക്കും. ഒന്ന് സ്മോൾ ക്യൂ, ഒന്ന് ഇങ്ങനെയുള്ള. അപ്പോൾ ഫോഴ്സ് ഇൻഡിക്കേഷൻ എന്താണ്? ഫോഴ്സ് ഇൻഡിക്കേഷൻ 1/4πε0 സ്മോൾ ക്യൂ Q1 Q2 എന്നുള്ളത് സ്മോൾ ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ മൈനസ് സ്മോൾ ക്യൂ Q1 Q2 ബൈ r² എന്ന് വരും. ഓക്കെ, 1/4πε0 എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അതിൻ്റെ വാല്യൂ ഓർമ്മയുണ്ടല്ലോ, 9 × 10⁹. ഇതിൻ്റെ വാല്യൂ 9 × 10⁹. അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് ഞാൻ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ കെ എന്ന് കൊടുത്താൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആവശ്യം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി. ഇനി ചോദ്യം ഇതാണ്, ഏത് കേസിലാണ് ഫോഴ്സ് മാക്സിമം ആവുക എന്നല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്? ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ചാർജ് നോക്കിക്കോ, 1 കുളമ്പ് മാറി 2 കുളമ്പായി, 2 കുളമ്പാകുമ്പോൾ മറ്റേത് 8 കുളമ്പായി. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ, ഈ കേസിൽ ഫോഴ്സ് ഇങ്ങനെയാണ്, ഈ കേസിൽ ഫോഴ്സ് ഇങ്ങനെയാണ്, ഈ കേസിൽ ഫോഴ്സ് ഇങ്ങനെ, അങ്ങനെ ഫോഴ്സ് ഇങ്ങനെ മാറി മാറി വരില്ലേ എന്ന് പറഞ്ഞാൽ ഈ ചാർജിൻ്റെ വാല്യൂ ഇത് ഇങ്ങനെ 1 എന്നുള്ളത് 2 ആയി, അതിനനുസരിച്ച് അവിടെയും മാറും. അപ്പോൾ 2 എന്നുള്ളത് 3 ആയി. അതിനനുസരിച്ച് അങ്ങനെ ഈ ചാർജ് മാറുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയുള്ള വാല്യൂ ചേഞ്ച് ചെയ്ത് അതിനനുസരിച്ച് ഫോഴ്സുകളും ഇങ്ങനെ എന്തായി, ഫോഴ്സ് ഓരോ കേസിലും ഫോഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നു. അപ്പോൾ ഈ ചാർജ് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ചാർജിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചാണ്, ചാർജിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഫോഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ചേഞ്ചിങ് വിത്ത് ദ വാല്യൂ ഓഫ് ചാർജ്, അതായത് ചാർജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഫോഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എപ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആവുന്നല്ലേ? വെൻ ഫോഴ്സ് ബിക്കംസ് മാക്സിമം. ഫോഴ്സ് മാക്സിമം ആകുന്ന സമയത്ത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dF/dq എന്ന് എടുക്കുന്നത്. dq എന്ന് എടുക്കാൻ കാരണം എന്താ? ഈ ചാർജിൻ്റെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഫോഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ dF/dq ഇത് മാക്സിമം ആയാൽ പിന്നെ അതിനെ ഫോഴ്സ് നമ്മൾ അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് അല്ലേ, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ചാർജിൻ്റെ വാല്യൂവിനനുസരിച്ച് ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നു. മാക്സിമം ആയാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, മാക്സിമം ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫോഴ്സ് മാക്സിമം ആകുക എന്ന് പറയുമ്പം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പിന്നെ അത് 0 ആയിരിക്കും. മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് വാല്യൂ മാക്സിമം ആണ്, അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ d/dq ഓഫ് എഫ് അല്ലേ, എഫിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. ഈ വാല്യൂവിന് വരെ 1/4πε0 ഞാൻ കെ എന്ന് കൊടുക്കുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എഫിന് പകരം ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, കെ ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ബൈ r² ഈക്വൽ ടു 0. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസ് എല്ലാം പുറത്തെടുത്തോ, കെ പുറത്തെടുത്തോ, k/r² പുറത്തെടുത്തോളൂ. പിന്നെയുള്ളത് k/r² പുറത്തെടുത്താൽ പിന്നെ d/dq ഓഫ് എന്തൊക്കെയാണുള്ളത്? ഇത് ഔട്ട്സൈഡ്, ഇതും ഔട്ട്സൈഡ്. അപ്പോൾ പിന്നെയുള്ളത് ഇതാ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ മൈനസ് സ്മോൾ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ സ്ക്വയറായി ഈക്വൽ ടു 0. ഇനി ഈ r² കെയും റൈറ്റ് സൈഡിലെടുത്താൽ, ഈ r² കെ എന്നുള്ളത് രണ്ടും റൈറ്റ് സൈഡിലെടുത്താൽ ഇവിടെ 0 × r² വരും, ഇവിടെ കെ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ഈ ടേം ഈ k/r² റൈറ്റിലേക്ക് എടുത്താൽ ആ റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് ഇത് റൈറ്റിലേക്ക് എടുത്താലും ആൻസർ 0. ബാക്കിയുള്ളത് d/dq ഓഫ് QQ മൈനസ് Q² ഉള്ളൂ ഈക്വൽ ടു 0. ഓക്കെ, ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ 0 ആവും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത്
ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റുള്ള ടോട്ടൽ ചാർജാണ്. ടോട്ടൽ ചാർജ് അതിനല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ ചാർജ് ക്യാപിറ്റൽ ക്യൂവിനല്ലേ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തുടക്കത്തിലുള്ള ടോട്ടൽ ചാർജാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ക്യൂ പുറത്തെടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ കോൺസ്റ്റൻറ്റ് ടോട്ടൽ ചാർജാണ്, ഇനീഷ്യലി ഉള്ള ടോട്ടൽ ചാർജാണ്. പിന്നെ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുത്താൽ പിന്നെയുള്ളത് dq/dq മൈനസ് പിന്നെ d/dq ഓഫ് നെക്സ്റ്റ് q². q² ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. q² ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എത്ര 2q എന്നായിരിക്കും അല്ലേ. d/dq ഓഫ് q², എന്ന് പറയുമ്പോൾ 2q വരും, ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇതിങ്ങനെയാണ് പോയി. അപ്പം ക്യാപിറ്റൽ ക്യൂ മൈനസ് 2q ഈക്വൽ ടു 0. അപ്പോൾ 2q ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ. അപ്പോൾ സ്മോൾ ക്യൂ ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ/2 കണ്ടോ. അപ്പോൾ ഈ ക്യാപിറ്റൽ ക്യൂവിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ക്യാപിറ്റൽ ക്യൂ അപ്പോൾ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ഈ സംഭവം, സ്മോൾ ക്യൂ എന്ന് പറയുമ്പോൾ ഇതെത്രയാണ് ക്യാപിറ്റൽ ക്യൂ/2. അപ്പോൾ ഇത് ക്യാപിറ്റൽ ക്യൂ/2 ആണെങ്കിൽ ക്യാപിറ്റൽ ക്യൂവിനാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ക്യൂ/2 ആണെങ്കിൽ അതും ക്യാപിറ്റൽ ക്യൂ/2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ക്യാപിറ്റൽ ക്യൂ/2 നേരെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യണം. ആ കേസിലാണ് ഫോഴ്സ് എന്താവുക, അവർ തമ്മിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചാലാണ് അവർ തമ്മിൽ ഫോഴ്സ് എന്താവുക, മാക്സിമം ആവുക. അപ്പോൾ ഒരു 10 കുളമ്പ് ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ പറയുന്നത് 20 കുളമ്പ് ചാർജ്. 20 കുളമ്പ് ചാർജിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചാലാണ് ഇവർ തമ്മിൽ ഫോഴ്സ് മാക്സിമം ആവുക. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? നേരെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 20 കുളമ്പ് ഉണ്ടെങ്കിൽ 10 കുളമ്പ് ആ രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് വെച്ചാലാണ് ഫോഴ്സ് എന്താവുക, മാക്സിമം ആവുക. ഓക്കെ, നെക്സ്റ്റ് വൺ 2 ഈക്വലി ചാർജ്ഡ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഈക്വലി ചാർജ്ഡ് ആണ്, ഐഡൻറ്റിക്കൽ മെറ്റൽ സ്ഫിയർ ആണ്. ഈക്വലി ചാർജ്ഡ് ഐഡൻറ്റിക്കൽ മെറ്റൽ സ്ഫിയേഴ്സ് എ ആൻഡ് ബി. ഈക്വലി ചാർജ്ഡ് ആണ്, പിന്നെ ഐഡൻറ്റിക്കലുമാണ്. എ ആൻഡ് ബി റിപ്പൽസ് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. അവർ തമ്മിൽ ഈക്വലി ചാർജ്ഡ് ആയതുകൊണ്ട് അവർ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് ആയത്. പിന്നെ ഐഡൻറ്റിക്കലാണ്. എനദർ ഐഡൻറ്റിക്കൽ ആൻഡ് അൺചാർജ്ഡ് സ്ഫിയർ സി. അൺചാർജ് മൂന്നാമത്തെ വേറൊരു സ്ഫിയർ, ഐഡൻറ്റിക്കൽ തന്നെ, ഐഡൻറ്റിക്കൽ ടു എ ആൻഡ് ബി, പക്ഷെ അത് അൺചാർജ്ഡ് ആണ്. അതിന് ചാർജ് ഇല്ല. സി ഈസ് ടച്ച്ഡ് ടു എ and then placed at the midpoint between A and B. What is the net electrostatic force on C? Net force on C. Okay. ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണുള്ളത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. രണ്ട് ഐഡൻറ്റിക്കൽ സ്ഫിയർ ആയിരിക്കണേ. ഐഡൻറ്റിക്കൽ അപ്പോൾ എല്ലാ കാര്യത്തിലും രണ്ട് സ്ഫിയറും തമ്മിൽ ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഒന്നിൻ്റെ ചാർജ് Q1ഉം ഒന്നിൻ്റെ ചാർജ് Q2 ആണ്. ചാർജ് ഐഡൻറ്റിക്കലാണ്, പക്ഷെ അവരുടെ ചാർജ് Q1ഉം Q2 ആണ്. ഇത് കോണ്ടാക്റ്റിൽ വെച്ച് കണ്ടക്റ്റിംഗ് സ്ഫിയറാണ്. കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ പ്രത്യേകത എന്നാൽ കണ്ടക്റ്റിംഗ് സ്ഫിയർ എന്ന് പറയുമ്പം ചാർജ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണ്ടക്ട് ചെയ്യും അല്ലേ. ചാർജ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരെ കോണ്ടാക്റ്റിൽ വെച്ചാൽ ഐഡൻറ്റിക്കൽ ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഐഡൻറ്റിക്കൽ നോട്ട് ഐഡൻറ്റിക്കൽ കണ്ടക്റ്റിംഗ് സ്ഫിയർ തമ്മിൽ കോണ്ടാക്റ്റിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഈ ചാർജ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിൻ്റെ ചാർജ് എന്തായി മാറും? കോണ്ടാക്റ്റിൽ വെച്ചിട്ട് പിന്നെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ചാർജ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ചാർജ് Q1 + Q2/2 ആയിരിക്കും. ഇതിൻ്റെ ചാർജും Q1 + Q2/2 ആയിരിക്കും. ഐഡൻറ്റിക്കൽ സ്ഫിയർ കോണ്ടാക്റ്റിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫോർ എക്സാമ്പിൾ ഇതൊരു 10 കുളമ്പ്, ഇതൊരു 12 കുളമ്പ്. 10 കുളമ്പ് 12 കുളം. അപ്പോൾ ഇത് എത്ര വരും? 10 + 12 22/2 11 കുളമ്പ്. ഇത് 11 കുളമ്പ്, അതും 11 കുളമ്പ്. ആ രൂപത്തിലാവും. എന്നാൽ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. ഇത് ഐഡൻറ്റിക്കൽ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആകുമ്പോഴാണ് ഇങ്ങനെ. ഇനി ഇതിൽ ഒന്നിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ, -Q ആണെന്ന് വിചാരിച്ചോ, ഒന്നിൻ്റെ ചാർജ് മൈനസ് ആണ്. അപ്പോൾ ഇത് Q1 - Q2/2, അതുപോലെ ഇതും Q1 - Q2/2 ആ രൂപത്തിലാണ് വരിക. അത് അന്നേരം മൈനസ് എടുക്കണേ. അപ്പോൾ നമ്മൾ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് പഠിച്ചു. അഡിറ്റിവിറ്റി ഓഫ് ചാർജ് പറയുന്നുണ്ട്. ചാർജിനെ ആഡ് ചെയ്യുമ്പോൾ ഓൾജിബ്രിക് സം എടുക്കണം. അപ്പോൾ സൈൻ എടുക്കണം. ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കണം. ആഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എടുക്കണം. ഓക്കെ, റെഡി?
അപ്പോൾ ഐഡൻറ്റിക്കൽ കണ്ടക്റ്റിംഗ് സ്ഫിയർ കോൺടാക്റ്റിൽ വെച്ചാൽ ഇങ്ങനെയാണ്, രണ്ടിനും ഈക്വലായിട്ട് ചാർജ് കിട്ടും. ഈക്വലായിട്ട് കിട്ടും, അത് തന്നെ ഇങ്ങനെയായിരിക്കും Q1 + Q2/2, അതും Q1 + Q2/2, ആ രൂപത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, ഐഡൻറ്റിക്കൽ അല്ല എന്ന് വിചാരിച്ചോ, ഇപ്പോൾ വലിയ റേഡിയസ് കൂടിയ സ്ഫിയർ, റേഡിയസ് കുറഞ്ഞ സ്ഫിയറും, ഒന്നിൻ്റെ ചാർജ് Q1, മറ്റേ ചാർജ് Q2, ഇവരെ കോൺടാക്റ്റിൽ വെച്ചു. കോൺടാക്റ്റിൽ വെച്ചാൽ ഐഡൻറ്റിക്കൽ ഒന്നുമില്ല. കോൺടാക്റ്റിൽ വെച്ചാൽ ഈ രൂപത്തിൽ എഴുതല്ലേ, ഈ രൂപത്തിൽ എഴുതരുതേ, ഈ രൂപത്തിൽ എഴുതരുത്. ഐഡൻറ്റിക്കൽ ആണെങ്കിലാണ്, ഐഡൻറ്റിക്കൽ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആകുമ്പോഴാണ് ഈക്വലായിട്ട് Q1 + Q2/2, മറ്റേതും Q1 + Q2/2 ആ രൂപത്തിൽ ഷെയർ ചെയ്യുക. ഐഡൻറ്റിക്കൽ ആകുമ്പോൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഇതിപ്പോൾ ഐഡൻറ്റിക്കൽ ഒന്നല്ല. അപ്പോൾ ഒന്നിൻ്റെ ചാർജ് എന്താവും, മറ്റേതിൻ്റെ ചാർജ് എന്താവും. കോൺടാക്റ്റിൽ, ഇവരെ കോൺടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെത് എങ്ങനെയാവും, അതിൻ്റെത് എങ്ങനെയാവും. അത് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ള കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, അതിൽ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കൂ, രണ്ട് ചാർജ്ഡ് ആയ സ്ഫിയറുകൾ, ഐഡൻറ്റിക്കലായ സ്ഫിയറുകൾ, അതിനെ കോൺടാക്റ്റിൽ വെച്ചാൽ ഇങ്ങനെയാണ്. ഐഡൻറ്റിക്കൽ സ്ഫിയറുകൾ തമ്മിൽ കോൺടാക്റ്റിൽ വെച്ചാൽ ചാർജുകൾ ഇങ്ങനെയായി മാറും. ഓക്കെ, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ് ഒരു സ്ഫിയർ എ, മറ്റേ സ്ഫിയർ ബി ഐഡൻറ്റിക്കലാണ്, ഈക്വലി ചാർജ്ഡ് ആണ്. ഇതിൻ്റെ ചാർജ് Q, ഇതിൻ്റെ ചാർജ് Q, കെപ്റ്റ് അറ്റ് സർട്ടൈൻ സെപ്പറേഷൻ, R എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഫോഴ്സ്, ഇവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇതിൻ്റെ ചാർജും Q ആണ്, ഈക്വലി ചാർജഡ് ആണ്. ഇവർ തമ്മിലുള്ള ഫോഴ്സ് F = 2 × 10⁻⁻5 ന്യൂട്ടൺ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇവർ തമ്മിലുള്ള ഫോഴ്സ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും? K എന്ന് വെച്ചാൽ 1/4πε0 K Q × Q അല്ലേ, Q1 Q2/R² = 2 × 10⁻5 രൂപത്തിലാണുള്ളത്. ഓക്കെ, K മീൻസ് 1/4πε0. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് മൂന്നാമതൊരു സ്ഫിയർ ഉണ്ട് C. അപ്പോൾ A എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ ചാർജ് എത്രയാണ്? Q ആണ്. A എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ ചാർജ് Q ആണ്, ബീൻ്റെതും Q ആണ്. അത് ഈക്വലി ചാർജാണ്, ക്വസ്റ്റ്യൻ പോയിൻ്റാണ്, ഈക്വലി ചാർജാണ്. അപ്പോൾ C എന്നുള്ള മൂന്നാമതൊരു ചാർജ് ഉണ്ട്, C. അത് ഐഡൻറ്റിക്കലാണ്, ഐഡൻറ്റിക്കൽ കണ്ടക്റ്റിംഗ് സ്ഫിയറാണ്. പക്ഷേ C അൺചാർജ്ഡ് ആണ്. C എന്ന് പറയുന്ന സ്ഫിയർ അൺചാർജ്ഡ്, അപ്പോൾ ഇതിൻ്റെ ചാർജ് 0 ആണ്, ഇതിന് ചാർജ് ഇല്ല. C അൺചാർജ്ഡ് ആണ്. പക്ഷേ ചാർജുള്ള എയുമായിട്ട് അതിനെ കോൺടാക്റ്റിൽ വെച്ചു. കോൺടാക്റ്റിൽ വെച്ചാൽ ഇതിൽ നിന്ന് അതിലേക്ക്, അതിൽ ചാർജ് ഇല്ല, പക്ഷേ ഇതിൽ ചാർജ് ഉണ്ട്. കണ്ടക്റ്റിംഗ് അല്ലേ, കണ്ടക്റ്റിംഗ് സ്ഫിയർ ആയതുകൊണ്ട് ചാർജ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ ചാർജ് ഉള്ളതിൽ നിന്ന് ഇല്ലാത്തതിലേക്ക് ചാർജ് ഫ്ലോ നടക്കും. ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഐഡൻറ്റിക്കൽ സ്ഫിയർ ആയതുകൊണ്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഐഡൻറ്റിക്കൽ സ്ഫിയർ ആണെങ്കിൽ ഈക്വലായിട്ട് ഷെയർ, ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നില്ലേ? ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ചാർജ് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാർജ് ഈക്വലായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ എങ്ങനെയാവും? ഈക്വലായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ എൻ്റെ ചാർജ് എന്താവും? ടോട്ടൽ ചാർജ് Q അല്ലേ ഉള്ളൂ, മറ്റേത് 0 അല്ലേ? അപ്പോൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്ന വെച്ചാൽ ഇതിൽ 10 കുളമ്പ് ഉണ്ടെങ്കിൽ ഒരു 5 കുളമ്പ് മറ്റേതിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ അതിൻ്റെത് 5, ഇതിൻ്റെത് 5, ആ രൂപത്തിലാവും. എന്ന് വെച്ചാൽ ടോട്ടൽ ഉള്ളത് Q ഉള്ളൂ, ഇത് മറ്റേതിനില്ല. അപ്പോൾ Q ആണെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന് Q/2 ആവും, ഇതിന് Q/2 ആവും, Cക്ക് Q/2 കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പകുതി ചാർജ് Cയിലേക്ക് ഫ്ലോ ചെയ്യും, ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട്. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെയായേ. അതിനുശേഷം അപ്പോൾ ഇപ്പോൾ A എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ ചാർജ് ഇപ്പോൾ Q/2 ഉള്ളൂ. കാരണം സിയുമായിട്ട് കോൺടാക്റ്റിൽ വെച്ചപ്പോൾ അതിൻ്റെ ചാർജ് ഇങ്ങനെയായി മാറി. എയുടെ ചാർജ് Q/2 ആയി. ബിയുടെ ചാർജ് ഇത് തന്നെ, ബിയുടെ ചാർജ് Q തന്നെ. ഓക്കെ, ബിയുടെ ചാർജ് Q തന്നെ. ഇനി ഇതിൻ്റെ ഇവരുടെ മിഡ് പോയിന്റിൽ കൊണ്ടുവച്ചു CA. മിഡ് പോയിന്റിൽ കൊണ്ടുവച്ചു. സിൻ്റെ ചാർജ് Q/2 ആണ്. എങ്കിൽ ചോദ്യം എന്താണ്? ഈ സിയുടെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. ഫസ്റ്റത്തെ ഇത്
എയും ബിയും തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഇപ്പോൾ ചോദ്യം സിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? ഇപ്പോൾ സിയുടെ മുകളിൽ എങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക? അപ്പോൾ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആറാണ്. ഇത് മിഡ് പോയിന്റ് വെച്ചുകൊണ്ട് ഇത് r/2, മിഡ് പോയിന്റ് വെച്ചുകൊണ്ട് ഇത് r/2, ഈ ഡിസ്റ്റൻസും r/2 ആണ്. മിഡ് പോയിന്റിലാണ് ഉള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് r/2 എന്ന് വരിക. ഓക്കെ, അപ്പോൾ ഈ സീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ചോദിച്ചത്. സീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഇതിനെ റിപ്പൽ ചെയ്യും ഫോഴ്സ്. തൽക്കാലം F1 എടുക്കും. സീനെ റിപ്പൽ ചെയ്തു. അതുപോലെ ബിയും സീനെ റിപ്പൽ ചെയ്തു, F2. ഓക്കെ, ഈ ഫോഴ്സും തമ്മിൽ, രണ്ട് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ആവില്ല. ഈ ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ആവില്ല. കാരണം ഒന്ന് Q/2 തമ്മിലാണ്. Q/2 തമ്മിലാണ്. മറ്റേത് ക്യൂവും Q/2 തമ്മിലാണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ സി, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നെറ്റ് ഫോഴ്സ് ഓൺ സി എന്ത് സംഭവിക്കും? ഇതിൽ ഏത് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ? രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് റിസൾട്ടൻ്റ് കാണും എങ്ങനെയാണ്? നെറ്റ് ഫോഴ്സ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, ഇതിലേതാ വലുത്? ഇതിൽ Q/2 ആണ് റിപ്പൽ ചെയ്യുന്നത്. ഈ Q/2 ആണ് Q/2നെ റിപ്പൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ Q ആണ് റിപ്പൽ ചെയ്യുന്നത്. അപ്പോൾ ഈ Qൻ്റെ റിപ്പൽഷൻ ആയിരിക്കും, ഈ റിപ്പൽഷൻ ആയിരിക്കും കൂടുതൽ. ഇവിടെ Q/2 അല്ലേ ഉള്ളത്. Q/2 തമ്മിലാണ്. മറ്റേത് Q/2 തമ്മിലാണ്. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ, F2. ഈ Q/2 തമ്മിലുള്ള ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ F2 മൈനസ് F1 രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് കാണാൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ സി F2 എന്ന് പറയുന്നത് ഇവർ തമ്മിൽ, ഇതും തമ്മിൽ. അപ്പോൾ 1/4πε0 ഞാൻ K കൊടുത്തു. K 1/4πε0 Q1 Q2 എന്ന് പറഞ്ഞാൽ Q × Q/2 ബൈ r² എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് r/2 ഉള്ളൂ. അപ്പോൾ r/2² മൈനസ് F1 എന്ന് പറയുന്നത് ഇതും തമ്മിലാണ്. അപ്പോൾ 1/4πε0 K Q/2 × Q/2 ഡിവൈഡ് ബൈ r². r എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് r/2 തന്നെ. അപ്പോൾ r/2². ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ സി എന്തായി മാറും? ഇതിൽ K Q²/2 ഇൻറ്റു ഇതിവിടെ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ r²/4 ആവും അല്ലേ. അപ്പോൾ അത് മുകളിൽ പോകുമ്പോൾ 4/r² ആവും. മൈനസ് K Q²/4 ഉണ്ടാവും ഇൻറ്റു ഇത് r/2² അഗെയിൻ r²/4 ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ 4/r² ആയി. 4 ക്യാൻസൽ, ഇത് ക്യാൻസൽ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായി? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ഇവിടെ ഒരു 2 ഉണ്ട്. 2K Q²/r² മൈനസ് K Q²/r². അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 2K Q²/r² മൈനസ് K Q²/r². അപ്പം ഇത് മൈനസ് ചെയ്യുമ്പം K Q²/r² വരിക. K Q²/r². ഇതാണ് കിട്ടുന്നത്. ഇതാണ് നെറ്റ് ഫോഴ്സ് ഓൺ സി. ഈ സീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇതാ K ഇത് K Q²/r². ഇത് ആ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. K Q²/r². ഇത് ആര് തമ്മിലുള്ള ഫോഴ്സ് ആയിരുന്നു? സി വരുന്നതിന് മുന്നേ എയും ബിയും തമ്മിലുള്ള ഫോഴ്സായി തന്നിരിക്കുന്നത്. അത് K Q²/r² ആണ്. അതിൻ്റെ വാല്യൂ തന്നില്ല. അതേ സംഭവം തന്നെ ഇപ്പം കിട്ടിയതും. K Q² എന്ന് പറഞ്ഞാൽ ഈ സംഭവം തന്നെയാണ് നമുക്ക് കിട്ടിയതും. എന്ന് പറഞ്ഞാൽ ഇത് ആൻസർ എന്ത് തന്നെ? 2 × 10⁻⁵ ന്യൂട്ടൺ തന്നെ. എന്ന് വെച്ചാൽ ആദ്യം തുടക്കത്തിൽ സി ഇല്ലാത്തപ്പോൾ എയും ബിയും തമ്മിലുള്ള ഫോഴ്സ് തന്നിട്ടുണ്ട്. ആ ഫോഴ്സ് ഇതാണ്. എയും ബിയും തമ്മിൽ ഫോഴ്സ് ഇതാണ്. ആ ഫോഴ്സ് തന്നെയാണ്, ഇതേ ആൻസർ തന്നെയാണ് കിട്ടിയത് അല്ലേ. ഇത് തന്നെയാണ് ഇപ്പോൾ സീൻ്റെ മുകളിൽ മിഡ് പോയിന്റിൽ വെച്ച ആ സീൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. അത് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ.
the force between 2 point charges placed at separation R is F. 2 point charges placed at separation R is F. Find the force between the same charges if half the space between them is filled with the dielectric constant 4. Okay, half space dielectric constant 4. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് പോയിന്റ് ചാർജ് Q1 Q2 ഈ രണ്ട് പോയിന്റ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ഡിസ്റ്റൻസ് R ആണ്. ഇവർ തമ്മിലുള്ള ഫോഴ്സ് F ആണ്. അപ്പോൾ F എന്ത് വരും? 1/4πε0. 1/4πε0 നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം K എന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു 1/4πε0 Q1 Q2/R² ആണ് ഇവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആദ്യമുള്ള ഫോഴ്സ്. ഓക്കെ, ഇനി പറയുന്നത് ഈ രണ്ട് ചാർജിൻ്റെ ഇടയിൽ ഹാഫ് സ്പേസ്, അല്ലാതെ ഫുള്ളായിട്ടൊരു ലിക്വിഡ് ഇല്ല, ഹാഫ് സ്പേസിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ഹാഫ് സ്പേസിൽ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സ്പേസ് ഇവിടെ എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണ്. ഹാഫ് സ്പേസിലാണ് ലിക്വിഡ് ഉള്ളത്. ലിക്വിഡിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് 4 ആണ്. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓരോ മീഡിയത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ മീഡിയത്തിന് ഓരോ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. ഈ ലിക്വിഡിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അതിന് വേറെ പേരായിരുന്നു റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലേ. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് 4 ആണ്. ഹാഫ് സ്പേസിലാണ് വെച്ചത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് R അല്ലേ മക്കളെ? ടോട്ടൽ ഡിസ്റ്റൻസ് R ആയതുകൊണ്ട് ഇതിൻ്റെ തിക്നെസ് T എന്നുള്ളത് എത്ര വരും? R/2 വരും. ഹാഫ് സ്പേസിലാണ് വെച്ചത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഇത് അങ്ങനെയാണ് ബാക്കിയുള്ള ഈ സ്ഥലവും എന്ത് വരും? R/2 വരും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ലിക്വിഡ് ഉണ്ട്. നേരത്തെ ഇതുള്ളത് ഫുള്ള് ഫ്രീ സ്പേസിലായിരുന്നു. ഫ്രീ സ്പേസിലായ സമയത്തുള്ള ഫോഴ്സാണ് F. ഇപ്പോൾ ഇവിടെ ഹാഫ് സ്പേസിൽ ലിക്വിഡ് വെച്ചു എങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എത്ര? ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ്, ഈ ഫോഴ്സ് ആദ്യത്തെ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യണം. ഇത് ഞാനൊരു നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. F' = 1/4πε0 Q1 Q2/R - T + √KT². ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇങ്ങനെ ചെറിയ സ്പേസിലൊക്കെ മീഡിയം വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. അപ്പോൾ F' = 1/4πε0 Q1 Q2/R - T. ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ R/2 ആണ്. R - R/2 പ്ലസ് ഈ Kൻ്റെ പേരാണ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അത് തന്നിട്ടുണ്ട് 4 ആണ്. അപ്പോൾ √4T എന്ന് പറഞ്ഞാൽ തിക്നെസ് R/2 ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ F' = 1/4πε0 Q1 Q2/R - R/2 പ്ലസ് ഇത് √4 ഇതും ക്യാൻസൽ ആവും. √4 × 2 അല്ലേ? അപ്പോൾ R/2 പ്ലസ് R ഹോൾ സ്ക്വയർ ആയി. അപ്പോൾ ഇത് 1/4πε0 Q1 Q2/ ഇത് R/2 പ്ലസ് R 3R/2. 3R/2ൻ്റെ 3R/2 ഇവിടെ വരും. 3R/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9R²/4 വരും. ഇതിൻ്റെ സ്ക്വയർ 9R²/4 അല്ലേ? റെഡി? അതിൽ 4 ന്യൂമറേറ്ററിലേക്ക് പോകും. 9R²/4 4 ന്യൂമറിലേക്ക് പോയി. ഓക്കെ, അങ്ങനെയാണ് F' = ഞാൻ ഇതിൽ 4/9 മാറ്റി എഴുതി. 4/9 ഈ 4/9 മാറ്റി എഴുതി. 4/9 മാറ്റി എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1/4πε0 Q1 Q2/R² എന്ന് പറഞ്ഞാൽ ഈ സാധനം 1/4πε0 Q1 Q2 എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ഈ ലിക്വിഡ് വെക്കുന്നതിലും മുമ്പുള്ള ഫോഴ്സ് 1/4πε0 Q1 Q2/R². അത് F ആണ്. ഓക്കെ, അപ്പോൾ 4/9 അതിൻ്റെ കൂടെ ബാക്കിയുള്ള സംഭവങ്ങൾ അത് F ആണ്. ആദ്യമുള്ള ഫോഴ്സാണ്. അപ്പോൾ F' = 4/9 F വരും. ഓക്കെ, റെഡി.